ഞാനും നന്ദനയും പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഭദ്ര. ഞങ്ങൾ ജീവിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതിന്റെ ഇടയിലേക്ക് നീയും കൂടി വന്ന എനിക്കെന്ത് ചെയ്യാനാ പറ്റ? ഞാനതെങ്ങനെ തരണം ചെയ്യും? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് വരുന്നില്ലായിരുന്നു. എനിക്ക് എന്റെ കുഞ്ഞിനെയും വളർത്തി സമാധാനത്തോടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. നീ ഇതിലെന്താ അർത്ഥമാക്കുന്നത്? അത് തുറന്നു പറ. നിനക്കെന്താ വേണ്ടേ? അത് പറ. എനിക്ക് എന്റെ കുഞ്ഞിനെ നന്നായി വളർത്തണം. അതിന് പണം വേണം. പണോ? അത് ഞാൻ നിനക്ക് തരാം. നിനക്ക് എത്ര വേണം പറ. ഒരു 5 കോടി. 5 കോടിയല്ല, 10 കോടി ഞാൻ തരാം. മതി, എനിക്കത് മതി. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ പറ. ചെക്ക് തന്നാ പോരാ, അത് ക്യാഷ് ആയിട്ട് തരണം. തരാം. ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവന്ന് പണം തരണം. എവിടെ തരണമെന്ന് പറഞ്ഞാ മതി. സിറ്റിയിലെ ഒരു കോഫി ഷോപ്പിൽ. ഓക്കെ, സമ്മതിച്ചു. പിന്നെ പണം കൈമാറിയതിനു ശേഷം വിശ്വാസവഞ്ചന കാണിക്കരുത്. നിനക്കെന്നെ വിശ്വാസമില്ല അരവിന്ദ്? പറയേ. പണം കിട്ടിക്കഴിഞ്ഞാ ഞാൻ എന്റെ കുഞ്ഞുമായി മലേഷ്യയിലേക്ക് തിരിച്ചു പോകും. പിന്നെ നിനക്കൊരു ശല്യമായി ഒരിക്കലും ഞാൻ തിരികെ വരില്ല. ശരി, ഡീൽ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. അർജന്റായിട്ട് എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? പറയാം മാഡം. എന്നെ ഏൽപ്പിച്ച വർക്ക് ഇത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ വർക്ക് പൂർത്തിയാവാൻ പോകുന്നോ? എന്താ, നീ എന്റെ ആളാണെന്ന് തൃശ്ശൂമ്പുരത്ത് ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഏയ്, ആര് കണ്ടുപിടിക്കാൻ? അവിടെ ആർക്കും എന്നെ ഒരു സംശയമില്ല, ഒരു പുൽനാമ്പിന് പോലും. പിന്നെ നിന്റെ ജോലി പൂർത്തിയാവാൻ പോകുന്നു പറഞ്ഞതോ? അത് കുഞ്ഞിന്റെ അച്ഛൻ അവനല്ല. അത് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്തണമെന്ന് അരവിന്ദ് ആവശ്യപ്പെട്ടു. ഞാൻ ഒട്ടും ഭയക്കാതെ DNA ടെസ്റ്റിനായി അവനുമായി ഹോസ്പിറ്റലിലേക്ക് പോയി. DNA ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോ അവനാകെ തകർന്നു. പിന്നെ അവൻ ചുവട് മാറ്റി. അവന്റെ ജീവിതം തകർക്കരുത്, പകരം 10 കോടി രൂപ തരാമെന്ന്. ഞാൻ സമ്മതിച്ചു. ചെക്കായിട്ട് വേണ്ട, പണമായിട്ട് മതിയെന്ന് പറഞ്ഞപ്പോ അവൻ അതിനും തയ്യാർ. അതുകൊണ്ടാ മാഡം ഞാൻ ഗെയിം ഓവർ എന്ന് പറഞ്ഞത്. ഗെയിം ഓവർ അല്ല ഭദ്ര, ശരിക്കും ഗെയിം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ആ DNA റിസൾട്ട് എങ്ങനെ പോസിറ്റീവായെന്ന് നിനക്കറിയാലോ. അറിയാം മാഡം. അരവിന്ദ് 10 കോടി രൂപ തരാമെന്ന് സമ്മതിച്ചല്ലോ. ഇനി പണം വാങ്ങി അവസാനിപ്പിച്ചൂടെ? പിടിക്കും. എന്തിനാ മാഡം ഇത്? 15 കോടിയുടെ ചെക്കാണല്ലോ, അതും എന്റെ പേരില്. അരവിന്ദിന്റെ 10 കോടി രൂപ വാങ്ങാതിരിക്കാനാണോ? ഹേ അല്ല, അരവിന്ദ് തരുന്ന 10 കോടി രൂപ വാങ്ങിക്കും. അതും ഇതും നിനക്കുള്ളതാ. 25 കോടി രൂപയോ?
എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അരവിന്ദിനോട് എവിടെ വെച്ച ക്യാഷ് കൈമാറേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു മാഡം, ചിന്നൂസ് റെസ്റ്റോറന്റ്. അവിടെ വേണം പണവുമായി എത്താനെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ വരും. ഗുഡ്. അരവിന്ദ് കോഫി ഷോപ്പിൽ വെച്ച് 10 കോടി രൂപ കൈമാറുമ്പോ എന്റെ ആളുണ്ടാവും അവിടെ. അയാൾ ആ ദൃശ്യം വീഡിയോയിൽ പകർത്തിയിരിക്കും. പിന്നെ വൈകില്ല, എല്ലാ ചാനലുകളിലും ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടേയിരിക്കും. ഒപ്പം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഇളയ മകൻ അരവിന്ദ് തന്റെ ജാരസന്തതിയെ പണം കൊടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും. അതോടെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ കുടുംബമാനം കാറ്റിൽ പറക്കും. സൂപ്പർ മാഡം, സൂപ്പർ. മാഡം, ചെക്കിലെ ഡേറ്റ് 2 ദിവസം കഴിഞ്ഞുള്ളതാണല്ലോ. എന്റെ പ്ലാൻ എല്ലാം നല്ലതുപോലെ വർക്ക്ഔട്ട് ആയതിനു ശേഷമേ ഈ ചെക്ക് പാസ്സാവൂ. അതിന് ഈ ചെക്കിലെ ഡേറ്റ് 2 ദിവസം മുന്നോട്ടിട്ടിരിക്കുന്ന. ഉറപ്പായും മാഡത്തിന്റെ പ്ലാൻ വർക്ക്ഔട്ട് ആവും എന്ന് ഞാൻ ഇറങ്ങുന്നു മാഡം. എന്റെ പ്ലാൻ വിജയിക്കും വരെ നീ കെയർഫുൾ ആയിരിക്കണം. ശരി മാഡം. എന്താ നീ കുഞ്ഞെ, ചായ കുടിച്ചില്ലായിരുന്നോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളൊരു മാർഗം കണ്ടെത്തിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ തീ തിന്നണേ? അതല്ല കല്യാണി, ഇങ്ങനെയൊന്നും ഈ പ്രശ്നം തീരില്ല. പ്രശ്നം തീരില്ലെന്നോ? അതെന്താ? അതെന്താണെന്നോ? നാളെ നന്ദൻ ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ ഒരു മാമാങ്കമായിരിക്കും. നന്ദന വന്നു കഴിഞ്ഞ് 1 മിനിറ്റ് പോലും വൈകിക്കാതെ ചൂടോടെ അവളുടെ ചെവിയിൽ എത്തിക്കണം നമുക്ക്. അത് നമുക്ക് തന്നെ അറിയിക്കണം. അവളുടെ വിളറിയ മുഖം ഒന്ന് കാണണം എനിക്ക്. അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു അടി കൂടിയാണിത്. ഈ വിവരം അറിയുമ്പോ തൃച്ചംബരത്ത് എന്തൊക്കെ കോലാഹലങ്ങളാ നടക്കുന്നതിന്റെ ദൈവമേ. ഹോ, ഒന്ന് കഴിയുമ്പോ മറ്റൊന്നും കൂടി. എയർപോർട്ടിൽ പോയി ഞാൻ നന്ദനെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അച്ഛൻ പറയുന്നു. ഇല്ല കല്യാണി, ഇതൊന്നും സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും നന്ദനയ്ക്കാവില്ല. അനികുഞ്ഞെ, അത് കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് വാസവണ്ണം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അരവിന്ദേട്ടൻ ഇപ്പൊ കണ്ടകശനിയാ. കഷ്ടകാലം പിടിച്ച് തല മുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തതുപോലെയല്ലേ ഇത്? ഓർക്കാപ്പുറത്ത് നന്ദനയുടെ ഒരു വരവ്. നന്ദന വരുമ്പോ ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും കല്യാണി? അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. നന്ദനമേടെ ഇതറിയില്ല. അറിയാതെ നോക്കണം നമ്മള്. അതെങ്ങനെ? പണം കിട്ടിക്കഴിഞ്ഞാ ഭദ്ര ആ നിമിഷം പോവില്ലേ? നന്ദനമേടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഭദ്രയ്ക്ക് പണം കൈമാറണം. കഴിയുമെങ്കിൽ എയർപോർട്ടിൽ ഭദ്രയെ യാത്രയാക്കുകയും നന്ദന മേഡത്തിനെ സ്വീകരിക്കുകയും ചെയ്യണം. അല്ല, ഭദ്ര പോയില്ലെങ്കിലോ? ഏതായാലും നീ പറഞ്ഞതുപോലെ തന്നെ അരവിന്ദിന് കണ്ടകശനി തന്നെയാ. അതാണ് നന്ദന വരുന്നത്. ഗംഗെ, ആ നന്ദനിയെ പ്രിയങ്ക വരുത്തിച്ചതാണോ എന്നാണ് എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് നന്ദനയായിട്ടുള്ള ജീവിതത്തിന്റെ കലാശക്കൊട്ട് നടത്തിച്ചിട്ട് പ്രിയങ്ക ഭദ്രയെ മടക്കി അയക്കൂ. നന്ദനയോടെ എത്തിയ ശേഷം ഭദ്രയോടെ നിൽക്കുന്ന ഓരോ നിമിഷം ആപത്ത.
ഒരിക്കലും നന്ദനയും ഭദ്രയും തമ്മിൽ കണ്ടുമുട്ടരുത്. അതിനാദ്യം ഈ കാര്യം ഭദ്രയെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഭദ്ര ഇപ്പൊ പുറത്തെവിടെ പോയിരിക്കുക? അനികുഞ്ഞ് ഫോണിൽ വിളിച്ച് തൃച്ചംബരത്തിന് പുറത്തു വെച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ കല്യാണി. ഹലോ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. എന്താ അരവിന്ദ്, എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഞാൻ മണിക്കൂർ ഒന്നായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഭദ്രേ, ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വീട്ടിൽ വെച്ച് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കരുതിയ നിന്നോട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്താ തീരുമാനിച്ചതുപോലെ നാളെ പറഞ്ഞ രൂപ തരാൻ കഴിയില്ലെന്നാണോ? അല്ല, പിന്നെ നാളെ നന്ദന വരും. നന്ദന ഇത് ഒരിക്കലും അറിയാൻ പാടില്ല. അവളിതറിഞ്ഞ അതോടെ ഭദ്രേ, നീ ചോദിക്കുന്ന ക്യാഷ് ഞാൻ തരും. പക്ഷെ അവളിതൊന്നും അറിയരുത്. നീ ഞാൻ തരുന്ന രൂപയും വാങ്ങി നാളെ തന്നെ പോണം. അരവിന്ദ്, ഞാൻ ഇത്ര പെട്ടെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് എന്റെ നന്ദനെ വേണം. മറ്റൊന്നിന്റെ പേരിൽ നഷ്ടപ്പെടുത്താനാവില്ല. അരവിന്ദ്, ഞാൻ നിന്നെ പോലെ ജീവിതം കൊതിച്ചൊരു പെണ്ണ. അത് മറക്കരുത് നീ. മറക്കും. നാളെ നീ മലേഷ്യക്ക് മടങ്ങിയിരിക്കണം. നാളെ വരട്ടെ നിന്റെ നന്ദന. അതെ, കൃത്യം 11 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആ, ഞാനിപ്പോ തൃച്ചംബരത്താണ്. കൃത്യസമയത്ത് തന്നെ ഞാൻ സ്ഥലത്തെത്തും. ഓക്കെ? വാ വാ വാ, പോവാം. പോയിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാം. വാ. അങ്ങനെ. ആ, അമ്മയുടെ ഫോൺ എടുത്തില്ലടാ. കല്യാണി, എന്താ? കുറച്ചു നേരത്തേക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാമോ? കുഴപ്പമില്ല, കുഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാം. വാ. ഒന്ന് നിന്നേ. ഭദ്ര എന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നെന്ന് എനിക്കറിയാം. ഇവൾക്ക് എങ്ങനെ അറിയാം? ഒരുപക്ഷെ അരവിന്ദ് പറഞ്ഞിട്ടുണ്ടാവും. ഒന്നും ഒരു പരിഹാരമാവില്ലെന്നറിയാം. പക്ഷേ ചില വിട്ടുവീഴ്ചകളാ പല ജീവിതങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നല്ലത് ചിന്തിച്ച് നല്ല തീരുമാനത്തിലേക്ക് എത്തുക എന്റെ ഒരു അപേക്ഷ കൂടിയാണിത്. ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്റെ ആവശ്യം എന്താണെന്നും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്താൻ. കല്യാണി ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല.
സുജാത ചേച്ചി, ആ ഹലോ മാഡം. പ്ലാൻ ചെയ്ത പോലെ അരവിന്ദ് കൃത്യസമയത്ത് തന്നെ എത്തില്ല. ഷുവർ, അരവിന്ദ് കൃത്യസമയത്ത് എത്തും. ക്യാഷ് കൈമാറിയ ഉടനെ അരവിന്ദിനോട് ഇവിടുന്ന് പോവാൻ പറയണം. ഓക്കെ മാഡം. ആ ജയൻ, മാഡം, നീ പോയി ആ ടേബിളില് അരവിന്ദിനെയും ഭദ്രയും കാണത്തക്ക രീതിയിൽ ഇരിക്കണം. അരവിന്ദ് ഭദ്രയ്ക്ക് ക്യാഷ് കൈമാറുന്നത് വ്യക്തമായി ക്യാമറയിൽ പകർത്തണം. രണ്ടുപേരുടെയും ഫേസ് ക്ലിയർ ആയിട്ട് കാണണം. മൂളിയാ പോരാ, പണം കൈമാറുന്ന ദൃശ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടണം. ശരി മാഡം. ചെല്, ആ ടേബിളിൽ പോയിരിക്കെ. ഓക്കെ മാഡം. ആ ഭദ്ര, ആ മാഡം. നീ ഈ ടേബിളിൽ ദൂരെ ഇരിക്കുന്ന എന്നെ കാണത്തക്ക രീതിയിൽ വേണം ഇരിക്കാൻ. അരവിന്ദിനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്ക് സിഗ്നൽ തന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ മാഡം. വാ അരവിന്ദ്. ഓ, ഷാർപ്പ് ടൈമിംഗ്. എന്താ അരവിന്ദ്, എന്നോട് ദേഷ്യമാണോ നിനക്ക്? എന്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. നീ ഇപ്പൊ തരുന്ന പണം എനിക്കല്ല, നമുക്ക് ജനിച്ച കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതമാക്കാനാ. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരു വിലങ്ങ് തടിയിട്ട് വരില്ലല്ലോ അല്ലേ? ഇതോടെ എല്ലാം മറക്കണം നീ. മറക്കാനോ? ഇല്ല, ഈ ശരീരത്തിൽ ജീവനുള്ളതുവരെ എനിക്ക് നിന്നെ മറക്കാനാവില്ല. എന്നുവെച്ച് ഞാൻ നിന്നെ ഒരിക്കലും ഇനി തേടി വരില്ല. ആ പേടി നിനക്ക് വേണ്ട. വിശ്വസിക്കാൻ നിനക്ക്. വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ 10 കോടി രൂപ നിനക്ക് തരുന്നത്. ഈ പണവും കൊണ്ട് നീ മലേഷ്യക്ക് പോണം. അതാ എനിക്കും നിനക്കും നല്ലത്. കല്യാണി എന്താ ഈ സമയത്ത്? ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു വന്നതാണല്ലോ. ആരാ അരവിന്ദ്? ആരാ ഫോണില്? ഓഫീസിന്നാ, ഒരു അർജന്റ് കോളാ. ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഹലോ. ഹലോ അനികുഞ്ഞെ. അനികുഞ്ഞ് എവിടെയാ? ഞാൻ റെസ്റ്റോറൻറ്റില്. ക്യാഷ് കൊടുത്തോ? ഇല്ല, ക്യാഷ് കൊടുത്തില്ല, കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ വേണ്ട അനികുഞ്ഞെ, ഭദ്രയ്ക്ക് ക്യാഷ് കൊടുക്കണ്ട. ക്യാഷ് കൊടുക്കണ്ടെന്നോ? കല്യാണിയല്ലേ ഇന്നലെ ക്യാഷ് കൊടുത്ത് ഒതുക്കാൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ ക്യാഷ് കൊടുക്കണ്ടെന്നോ? ക്യാഷ് കൊടുത്താലൊന്നും ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല. കല്യാണി എന്തൊക്കെയാ പറയുന്നേ? ക്യാഷ് കൊടുത്താൽ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ലെന്നോ? അതെ, ഭദ്ര വെറും ഒരു ആയുധമാ.
അത് തൊടുത്തുവിട്ടത് പ്രിയങ്കയാ, നാഗമടത്തെ പ്രിയങ്ക. പ്രിയങ്കയോ? അതെ അനിയകുഞ്ഞെ, ഞാൻ പറയുന്നത് സത്യാ. കുട്ടി എന്നെ ഏൽപ്പിച്ചിട്ടാ ഭദ്ര ക്യാഷ് വാങ്ങാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് പോയത്. എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ കുട്ടിയെ സുജാതേച്ചി ഏൽപ്പിച്ചിട്ട് ഭദ്രയുടെ മുറി ഒന്ന് പരിശോധിക്കാന്ന് കരുതി മുറിയിലേക്ക് പോയി. പ്രിയങ്ക വർമ്മ. പ്രിയങ്കയുടെ വിസിറ്റിംഗ് കാർഡ്. ഇതിലെന്തോ ചതിയുണ്ട്. കാർഡ് ഞാൻ എടുത്തില്ല. അവളെ ഒന്ന് നോക്കി അത് കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. പ്രിയങ്കയുടെ വിസിറ്റിംഗ് കാർഡ് ഭദ്രയുടെ കൈവശം ഉണ്ടെങ്കിൽ ഭദ്ര പ്രിയങ്കയുടെ ആള് തന്നെയാണ്. അതേ കല്യാണി, അങ്ങനെയാണെങ്കിൽ കുഞ്ഞും DNA റിപ്പോർട്ടും ഒക്കെ കള്ളമായിരിക്കും. ഇതിന്റെ പിന്നിൽ പ്രിയങ്കയുടെ കളിയായിരിക്കാനാ സാധ്യത. അനികുഞ്ഞ് പറയുന്നതാ ശരി. അവള് തന്നെ ഇതിന്റെയൊക്കെ പിന്നിൽ. എന്തായാലും കറക്റ്റ് സമയത്താ കല്യാണി വിളിച്ചത്. ഒരു 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ പണം കൈമാറിയനെ. ശരി അനികുഞ്ഞെ, എന്തെങ്കിലും പറഞ്ഞ് പണം കൈമാറാതെ അവളെ ഒഴിവാക്കി ഇങ്ങ് വാ. ആ ശരി ശരി കല്യാണി. എന്തോ പറ്റി അരവിന്ദ്? മുഖത്തൊരു ടെൻഷൻ. എന്താ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിലൊന്നും ഒരു പ്രശ്നമില്ല. നീ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. എന്താ അരവിന്ദ്, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാം, നീ വാ. ഇവനെന്താ ക്യാഷ് തിരിച്ചു കൊണ്ടുപോയത്? എന്തോ പ്രശ്നമുണ്ടല്ലോ.
എന്താ അരവിന്ദ്, എന്താ പ്രശ്നം? പ്രശ്നമെല്ലാം നീയാ. ഏ? ഞാനാണ് പ്രശ്നം എന്നോ? അരവിന്ദ് ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്റെ പൊന്നോ, ഭയങ്കര അഭിനയം. പക്ഷേ ഈ അഭിനയൊന്നും എന്നോട് വേണ്ട. കാരണം നിന്നെ ഈ വേഷം കെട്ടിച്ചത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്ത് പറ്റി അരവിന്ദ്? ഇത്ര നേരം കാര്യമായി സംസാരിച്ചോണ്ടിരുന്ന നീ ഒരു ഫോൺ വന്ന ശേഷം എന്താ ഇങ്ങനെ? അതോ, എല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നടക്കം. എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരാളോ? നിനക്ക് എന്നെ പണ്ടേ അറിയാലോ. ഞാൻ ആരുടെയും കൺട്രോളിൽ നിൽക്കുന്നവളല്ല. ഛീ! നിനക്ക് പണമാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 10 കോടിയല്ല 25 കോടി നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയായിരുന്നു ഞാൻ. പക്ഷേ നീ ആ പ്രിയങ്കയുമായിട്ട് ചേർന്ന് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുക. ഇനി നിനക്ക് 10 കോടി പോയിട്ട് 10 പൈസ തരില്ല ഞാൻ. പ്രിയങ്കയോ? അതാരാ അരവിന്ദ്? നീ പ്രിയങ്കയുടെ ആളാണെന്നുള്ളതിൽ എന്റെ കയ്യിൽ നല്ല തെളിവുണ്ട്, വ്യക്തമായിട്ടുള്ള തെളിവ്. ഒരു കാലത്ത് ഞാൻ നിന്നോട് കാണിച്ച അടുപ്പവും പ്രണയവും കാരണം ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടുക. ഇല്ലെങ്കിൽ തീർത്തന ഭദ്ര ഇന്നത്തോടെ നിന്റെ ഭദ്രകാളിയാട്ടം. എന്താ അരവിന്ദ്, പണം തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ വാക്ക് മാറ്റി പറയുന്നോ? ആണിനെ ചേരുന്നതല്ല ഇത്. അതിബുദ്ധി കാട്ടാതെ മര്യാദയ്ക്ക് പറഞ്ഞ പണം തന്നിട്ട് പോവാൻ നോക്കൂ. നിനക്ക് തെറ്റി ഭദ്ര. ഈ അരവിന്ദ് പറഞ്ഞ വാക്ക് പാലിക്കാത്തവനല്ല. നിന്റെ കാര്യത്തിലും അതെ. നിനക്കത് നന്നായിട്ട് അറിയാലോ. പഴങ്കഥകളുടെ കെട്ടഴിപ്പിക്കണ്ട. പറഞ്ഞ പണം തന്നിട്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ നാളെ മീഡിയയിലൂടെ ലോകം അറിയും തൃച്ചംബരത്തെ ഇളയപുത്രന്റെ ജാരസന്തതിയെ കുറിച്ച്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റാച്ച നീ അങ്ങോട്ട് ചെയ്യ്. അത് ഞാൻ ഫേസ് ചെയ്തോ. പോടി. അത് മാഡം, അരവിന്ദൻ ആരുടെ ഫോൺ വന്നു. അതിനുശേഷം അവൻ ആളങ്ങ് മാറി. ഞാൻ മാഡത്തിന്റെ ആളാണെന്നും മാഡമാണ് എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് പണം നൽകാതെ പോയി. അവൻ ആരുടെ ഫോണാ വന്നത്? നിന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് അവനെങ്ങനെ അറിഞ്ഞു? അറിയില്ല മാഡം. ഇനി എന്താ ഒരു മാർഗം? അവൻ നിനക്ക് പണം കൈമാറുന്നത് വീഡിയോയിൽ പകർത്തി അഖിലാണ്ടേശ്വരിയുടെ മാനം കപ്പലേറ്റാന്ന് കരുതിയതാ ഞാൻ. പണം കൈമാറുന്ന വീഡിയോ ഇല്ലെങ്കിൽ എന്താ? DNA റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ. പ്രസ് മീറ്റ് വിളിച്ച അരവിന്ദനും അല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ കുടുംബത്തെ ഒന്നാകെ നാണം കെടുത്താൻ പോകുന്നു. നാണം കെട്ട് നശിക്കണം തൃച്ചംബരം. എന്താ കല്യാണി, നിനക്ക് എന്താ പറ്റിയത്? എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ എന്താ ഒന്നും പറയാത്തത്? പറയ. കല്യാണി, നീ എന്തിനാ മടിക്കുന്നത്? കാര്യം പറയ. അത് പറയാം. പക്ഷേ ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പ് വല്യുഞ്ഞ് എനിക്കൊരു സത്യം ചെയ്തു തരണം. സത്യം? എന്ത് സത്യം? എനിക്ക് സത്യം ചെയ്തു തരണം വല്യുഞ്ഞ്. എന്താ കല്യാണി നീ എന്നോട് സത്യം ചെയ്തു തരണമെന്നൊക്കെ പറയുന്നത്? നിനക്കെന്നെ വിശ്വാസമില്ലേ? വല്യുഞ്ഞിന് വിശ്വാസമില്ലെന്നോ? വല്യുഞ്ഞിന് വിശ്വാസമില്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ കല്യാണിക്ക് ആരെയാ വിശ്വാസം? ഈ ശരീരത്തിൽ എന്നും ജീവൻ നിലനിൽക്കുന്നത് തന്നെ വല്യുഞ്ഞിനോടും
വല്യൂഞ്ഞിന്റെ വാക്കിനോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാ. പിന്നെ എന്തിനാ സത്യം ചെയ്ത് തരണമെന്നൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമുണ്ടോ? നീ കാര്യം പറയൂ. എന്താ അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ ദാസേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നും അല്ല വല്യൂഞ്ഞെ. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത്? പറയ്. എനിക്ക് പറയാനുള്ളത് അനിയമുഞ്ഞിനെ കുറിച്ചാ. അരവിന്ദിനെ കുറിച്ചോ? അതെ വല്യൂഞ്ഞെ. അതറിയുമ്പോ വല്യൂഞ്ഞി ദേഷ്യപ്പെടും. അതുകൊണ്ടാ ഞാൻ സത്യം ചെയ്തു തരണമെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിലും വല്യൂഞ്ഞി ദേഷ്യപ്പെടില്ലല്ലോ എന്ന് കരുതി. അവനെന്തുറ്റി? അരവിന്ദ് പിന്നെയും മദ്യപിച്ചു വരുന്ന നീ കണ്ടോ? ഏയ്, അതൊന്നുമല്ല. പിന്നെ നീ കാര്യം പറ കല്യാണി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. അത് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാ വല്യൂഞ്ഞിനോട് പറയാന്ന് കരുതിയത്. എന്താ നന്ദനെ വിളിച്ചിരുന്നോ നിന്നെ? ഇല്ല. എങ്കിൽ നീ ഒന്നും മനസ്സിലാവുന്ന രീതി പറ, എന്താ പ്രശ്നം? ഞാൻ പറയാം വല്യൂഞ്ഞെ. ഞാൻ പറയുന്നത് കേട്ടിട്ട് വല്യൂഞ്ഞ് എന്നോട് ദേഷ്യപ്പെടരുത്. ശരി, ദേഷ്യപ്പെടില്ല. സത്യം, നീ കാര്യം പറയൂ. അന്ന് ഭദ്രയുടെ കാര്യത്തില് വല്യൂഞ്ഞിന് എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് സത്യ? മനസ്സിലായില്ല. പ്രശ്നങ്ങള് തുടങ്ങി വല്യൂഞ്ഞെ. പ്രശ്നങ്ങൾ തുടങ്ങിയെന്നോ? എന്ത് പ്രശ്നം? മലേഷ്യയിൽ നിന്നൊരു കുഞ്ഞുമായിട്ട് വന്ന ആ ഭദ്ര അനിയമുഞ്ഞിന്റെ വെറൊരു ഫ്രണ്ട് മാത്രമല്ല. അവര് തമ്മില് അതിനും അപ്പുറം എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു. എന്ത് ബന്ധം? ഭദ്രയുടെ കുഞ്ഞിന്റെ അച്ഛൻ അനിയൻ കുഞ്ഞാണെന്നാ ഭദ്ര പറയുന്നത്.